സമൂഹത്തിൽ വിവിധ സേവാ പ്രവർത്തനങ്ങൾ ചെയ്യുക, അപൂർത്ത കർമ്മങ്ങൾ, പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കിണർ കുഴിക്കുക, കുളം കുഴിക്കുക, വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഏറ്റവും വലിയ പൂർത്ത കർമ്മമാണ്. നമുക്ക് ചെയ്യാവുന്ന ഒരു വലിയ പൂർത്ത കർമ്മമാണ് പരമാവധി വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം എത്തിക്കുക. വഴിയോര സത്രങ്ങൾ, വാഹനം കാത്തു നിൽക്കുന്നവർക്കൊക്കെ ഷെഡുകൾ, ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, ഇതാപ്പം ഒന്ന് വ്യാപകമായി നടക്കുന്നത്. ഓരോ വെയിറ്റിംഗ് ഷെഡിൻ്റെ മുമ്പിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടും കിട്ടുമോ. എന്താ സ്വാമി ഇത്ര അത്ഭുതം എന്ന് ചോദിച്ചാൽ, നമ്മളും കുറേയൊക്കെ പണിയെടുപ്പിക്കുന്ന ആളാണ്, പണിയെടുക്കുന്ന ആൾക്കാരാണ്. കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാനും മറ്റും കുറച്ചൊക്കെ ശീലമുണ്ട്. പരമാവധി ഏറി വന്നാൽ 1,00,000 ഉറുപ്പിക കൊണ്ട് ചെയ്യാവുന്ന പണിയായിരിക്കും. അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ഇന്ന് MLA യുടെ വകയായിട്ടുള്ള ഫണ്ടിൽ നിന്ന് 10,00,000 രൂപ ചിലവിട്ടുണ്ടാക്കിയ വെയിറ്റിംഗ് ഷെഡ് എന്നൊക്കെ. ഒരു കുട്ടിക്ക് ഇരിക്കാൻ പോലും പറ്റില്ല. അത് വ്യാപകം. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല പറഞ്ഞത്, പക്ഷെ അങ്ങനെ കാണുന്നുണ്ട്. നല്ല ഒന്നാന്തരം ഒരു എന്താ പറയേണ്ടത്, ഈ ഹൈമാസ്റ്റ് ലൈറ്റ് നമ്മൾ ആശ്രമത്തിൻ്റെ വകയായിട്ട് വെച്ചു. നമുക്ക് ആകെ ചിലവായത് 1,08,000 രൂപ. അതേ സാധനം നാട് മുഴുവൻ കാണുന്നുണ്ട്. ഇന്ന് MP വകയായിട്ട്, ഇന്ന് MLA യുടെ വകയായിട്ട് 6,00,000 രൂപ 7,00,000 രൂപയൊക്കെ എഴുതി വെച്ച് എങ്ങനെയാണ് ഭഗവാനെ അത്? ഇതൊക്കെയാ പൂർത്തകർമ്മങ്ങൾ. ഇതൊക്കെ പൂർത്തകർമ്മങ്ങൾ. തമാശ പറയാന്ന് വിചാരിക്കരുത്. അതുപോലെ സത്രങ്ങൾ ഉണ്ടാക്കുക, വഴിയോര സത്രങ്ങൾ, അന്നക്ഷേത്രങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെ പൂർത്തകർമ്മങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ പൊതുജനോപകാരമാകുന്നു. പശുക്കൾക്ക്, പട്ടികൾക്ക്, പൂച്ചകൾക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇതൊക്കെ തന്നെ മനുഷ്യന്മാർക്ക് എല്ലാം. അപ്പോൾ ഇഷ്ടകർമ്മങ്ങളെ പറഞ്ഞു, പൂർത്തകർമ്മങ്ങൾ. ഇവയൊക്കെ ചെയ്യേണ്ടതാണ്. ഇഷ്ടകർമ്മവും പൂർത്തകർമ്മവും ഒക്കെ നമ്മൾ ചെയ്യണം ലോകത്തിൽ. പക്ഷേ ഒരിക്കലും കർമ്മത്തിലൂടെ നേടുന്നതല്ല മോക്ഷം. കർമ്മമാണെങ്കിൽ നമ്മൾ ചെയ്തേ മതിയാവും. ശരീരബോധമുള്ള കാലത്തോളം, ശരീരത്തിൽ ഞാനെന്ന അഭിമാനമുള്ള കാലത്തോളം നമ്മളൊക്കെയും വിവിധങ്ങളായ കർമ്മങ്ങളെ ചെയ്തേ മതിയാവും. നഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമാണ്യശേഷതഃ. ദേഹത്തെ ധരിച്ചിരിക്കുന്നവരാൽ ഒരിക്കലും കർമ്മത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ സാധ്യമല്ല. ഇതൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ആചാര്യന്മാർ നമ്മളോട് പറയണത്, നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യൂ, സൽക്കർമ്മങ്ങൾ ചെയ്യൂ. നീ എന്തെങ്കിലും ചെയ്തേ മതിയാവും. അപ്പോൾ സൽക്കർമ്മം ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും? ദുഷ്കർമ്മം ചെയ്യും. അപ്പോൾ എന്തെങ്കിലും നല്ല പണി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും പണി നീ ചെയ്തേ മതിയാവും. പണി ചെയ്യാണ്ടിരിക്കാൻ നിനക്ക് പറ്റില്ല, ഉറപ്പ്. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും 5 മിനിറ്റ് ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റിച്ചാൽ പറഞ്ഞു. ഒരു പണിയും ചെയ്യാതെ 5 മിനിറ്റ് ഇരിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അവർക്ക് ഈ ലോകം കീഴ്മേൽ മറിക്കാൻ പറ്റും. അവരെ നമ്മൾ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യും, ഉറപ്പ്. പക്ഷെ 5 മിനിറ്റ് ഒന്നും ചെയ്യാണ്ടിരിക്കണം, എളുപ്പമല്ല. ഒന്നല്ലെങ്കിൽ ഒന്ന് നമ്മൾ ചെയ്യും. ശരീരം കൊണ്ട് ചെയ്യുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് ചെയ്യും, മനസ്സുകൊണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ചെയ്യും. അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഏതുവരെ ചെയ്യണം? കർമ്മം താനെ കൊഴിഞ്ഞു പോകുന്നത് വരെ ചെയ്യണം. കർമ്മം കൊഴിഞ്ഞു പോയി പാരമാർത്ഥിക സന്യാസനിഷ്ഠയിൽ ഉറച്ചു, ബ്രഹ്മനിഷ്ഠയിൽ ഉറച്ചു, ഇനി അവന് കർമ്മങ്ങൾ ഇല്ല. പക്ഷെ അതുവരെ കർമ്മങ്ങൾ ചെയ്തേ മതിയാവും. ഈ കർമ്മങ്ങളെയാണ് ഇഷ്ടകർമ്മങ്ങളും പൂർത്തകർമ്മങ്ങളും എന്ന സത്കർമ്മങ്ങളുടെ വിഭാഗത്തിൽ പറഞ്ഞത്.
ഈ സത്കർമ്മങ്ങളാകുന്ന ഇഷ്ടാപൂർത്ത കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് കഴിഞ്ഞാലോ തേ ചന്ദ്രമസമേവ ലോകം അഭിജയന്തേ, അവർ ചന്ദ്രലോകത്തെ പ്രാപിക്കുന്നു. ചന്ദ്രലോകം എന്നുള്ളതിനാൽ പറയപ്പെടുന്ന സ്വർഗത്തെ പ്രാപിക്കുന്നു. സ്വർഗലോകം അവർക്കുള്ളതാണ്. ആർക്ക്? സത്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്. പക്ഷേ സ്വർഗലോകം ശാശ്വതമാണോ? ഒരിക്കലുമല്ല. അവിടെ എത്തിച്ചേരാൻ കാരണമായ പുണ്യം തീരുന്നത് വരെ മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റൂ. അതുകൊണ്ട് പറയുകയാണ് തയേവ പുനരാവർത്തന്തേ, അവര് തിരിച്ചു വരുന്നു. എപ്പോ തിരിച്ചു വരുന്നു? നാകസ്യ പൃഷ്ഠേതേ സുഹൃതേന ഭൂത്വാ ഇമം ലോകം ഹീനതരം വാവിശന്തി എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. സ്വർഗത്തിന്റെ ഉപരിതലത്തിൽ സുഖങ്ങളൊക്കെ അനുഭവിച്ച ശേഷം ഈ മനുഷ്യലോകത്തെയോ ഇതിനേക്കാൾ കീഴ്പ്പെട്ടുള്ളതിനെയോ പ്രാപിക്കുന്നു. മനുഷ്യലോകത്തെ കിട്ടുന്ന ഉറപ്പൊന്നുമില്ല. സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഓവർ ഡ്രാഫ്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ, കടക്കാരനായി പോയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ കീഴ്പ്പെട്ടുള്ളതിനെ പ്രാപിക്കണം. കാരണം അവിടെ പുതിയ കർമ്മം ചെയ്ത് പുണ്യം സമ്പാദിക്കാനൊരു വകുപ്പുമില്ല. ഉള്ളത് ഉപയോഗിച്ച് തീർക്കാനേ വകുപ്പുള്ളൂ. അവിടെ ഒരു ചോദ്യമുണ്ട്. അങ്ങനെ സ്വർഗത്തിൽ പോയാൽ മനുഷ്യജന്മത്തിലേക്കല്ലേ വരുന്നത്? ഗീതയിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ. എന്താ ഗീതയിൽ പറയുന്നത്? പുണ്യക്ഷയത്തിൽ വീണ്ടും മനുഷ്യലോകത്തിൽ ജനിക്കുന്നു പറയുന്നുണ്ട്. ഉറപ്പൊന്നുമില്ല. അത് ഭഗവാൻ ഒന്ന് നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. സ്വർഗത്തു നിന്ന് പുണ്യമൊക്കെ തീർന്നാൽ മനുഷ്യനാവും എന്ന് നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ സത്യം എന്താ? സത്യം ഈ ലോകത്തെയോ ഇതിനേക്കാൾ താഴോട്ടുള്ളതിനെയോ പ്രാപിക്കുന്ന ഇമം വാ ഹീനതരം വാ വിശം. അത് അവിടുന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവാലോ. ഈ പുതിയ പുണ്യം സമ്പാദിക്കാനുള്ള വകുപ്പുണ്ടെങ്കിൽ തിരക്കേടില്ല, അതവിടെ ഇല്ല. പിന്നെ എന്തിനേ വകുപ്പുള്ളൂ? ഉള്ളത് ഉപയോഗിച്ച് തീർക്കാനേ വകുപ്പുള്ളൂ. അപ്പോൾ ഉപയോഗിച്ച് തീർന്ന് സീറോ ബാലൻസ് ആയാൽ മനുഷ്യനാവാം. പക്ഷെ നെഗറ്റീവ് ബാലൻസ് ആയാലോ? ഈ ബാങ്കൊക്കെ നമുക്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് വിഡ്രോ ചെയ്താൽ പ്രശ്നമല്ല. പക്ഷേ കറണ്ട് അക്കൗണ്ട് അനുവദിക്കുകയും ആ കറണ്ട് അക്കൗണ്ടിൽ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി തരികയും ചെയ്താൽ പോട്ടു. കാരണം നമ്മൾ അറിയില്ല കടം കൊടുക്കണം. കടം എടുത്തു പോയി കഴിഞ്ഞാലോ അത് തിരിച്ചടച്ചേ മതിയാവും, ഒരു സംശയമില്ല. ഇമമ്പ ഹീനതരം ആവശ്യം എന്ന് പറഞ്ഞു. ശരി. തസ്മാത് അതുകൊണ്ട് ഏതേ ഋഷയ, ഈ ഋഷിമാരും തത്വദർശികൾ ആരാ? പ്രജാകാമാഹ, പ്രജകളെ കാമിക്കുന്നവർ. എനിക്ക് സന്താനം വേണം, ഈ ലോകം വേണം, മക്കൾ വേണം, മക്കൾ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ. എന്തിനാ പ്രജകളെ കാമിക്കുന്നത്? പുത്രേണ അയം ലോകോ ജയ്യ, മക്കളെ കൊണ്ട് വേണം ഈ ലോകം ജയിക്കാൻ. അപ്പൊ ഈ ലോകം ജയിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് മക്കളെ ആഗ്രഹിക്കും. തസ്മാദേത ഋഷയ, ഈ ഋഷിമാര്. ഏത് ഋഷിമാര്? പ്രജാകാമാ, പ്രജകളെ സന്താനങ്ങളെ കാമിക്കുന്നവർ, ഈ ലോകത്തിൻ്റെ തലത്തിൽ ജീവിക്കുന്നവർ, സദ്ധർമ്മം അനുഷ്ഠിക്കുന്നവർ, സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ. അങ്ങനെയുള്ളവർ ദക്ഷിണം പ്രതിപദ്യന്തേ, ദക്ഷിണായനത്തെ പ്രാപിക്കുന്നു. ദക്ഷിണായനം എന്ന് പറയുമ്പോൾ പുണ്യകർമ്മങ്ങളെ ചെയ്ത്, സൽക്കർമ്മങ്ങളെ ചെയ്ത്, യജ്ഞങ്ങളെ, യാഗങ്ങളെ, ഹോമങ്ങളെ ചെയ്ത്, മറ്റ് സമൂഹത്തിൽ ധാരാളം സേവാപ്രവർത്തനങ്ങളെയും സൽക്കർമ്മങ്ങളെയും ചെയ്ത് അതിൻ്റെ ഫലമായി പുണ്യം സമ്പാദിച്ച് ആ പുണ്യത്തിലൂടെ സ്വർഗലോകത്തെ പ്രാപിക്കാൻ കാരണമാകുന്ന ഗതിയാണ് ചാന്ദ്രഗതി.
ചാന്ദ്രഗതിയുടെ മറ്റൊരു പേരാണ് ദക്ഷിണായനം. അതിൻ്റെ മറ്റൊരു പേരാണ് പിതൃയാണം. ഒക്കെ പര്യായങ്ങളാണ്. ദക്ഷിണം പ്രതിപദ്യന്തേ, ദക്ഷിണത്തെ പ്രാപിക്കുന്നു. ഏഷഹ വൈ രൈഹി, ഇത് രൈയാണ്. പിതൃയാണഃ, പിതൃയാണം രൈയാണ്. ദക്ഷിണായനം രൈയാണ് എന്ന് പറയും. അപ്പൊ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ? അല്ല. പിന്നെങ്ങനെയാ? നോക്കൂ. അധോത്തരേണ തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ വിദ്യയാ ആത്മാനമന്വിഷ്യ ആദിത്യമഭിജയന്തേ. ഏതദ്വൈ പ്രാണാനാമായതനം ഏതദമൃതമഭയമേതത് പരായണം ഏതസ്മാന പുനരാവർത്തന്തെ ഇത്യേഷ നിരോധഃ തദേശ ശ്ലോകഃ. അധോത്തരേണ തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ വിദ്യയാ ആത്മാനമന്വിഷ്യ ആദിത്യമഭിജയന്തേ. ഏതദ്വൈ പ്രാണാനാമായതനം ഏതദമൃതമഭയം ഏതത് പരായണം ഏതസ്മാന പുനരാവർത്തന്ത ഇത്യേഷ നിരോധഃ തദേശ ശ്ലോകഃ. അനന്തരം അപ്പോൾ ഇഷ്ടാപൂർത്ത കർമ്മങ്ങളെ ചെയ്ത് ദക്ഷിണായനത്തെ പ്രാപിച്ച് സ്വർഗത്തിലെത്തുകയും പുണ്യക്ഷേത്രത്തിൽ തിരിച്ചു വരികയും ചെയ്യുന്ന ദക്ഷിണായന ഗതി പറഞ്ഞു. ഇതല്ലാതെ വേറൊരു ഗതിയുണ്ട്. അതെന്താണ്? ഉത്തരായണ ഗതി. ഉത്തരത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഉത്തരായണത്തിലൂടെ പോകുന്ന ഒരു ഗതി. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് രണ്ടും ജീവൻ മുക്തിയല്ല. ഉത്തരായണ ഗതിയെ വേണമെങ്കിൽ കർമ്മമുക്തി എന്ന് പറയാം. അതായത് ബ്രഹ്മലോകത്തെ പ്രാപിച്ച് ബ്രഹ്മാവിനോടുകൂടെ മുക്തരാക്കുന്നു എന്നുള്ളതാണ് ഉത്തരായണം അഥവാ സൗരഗതി അഥവാ ബ്രഹ്മലോകപ്രാപ്തി. പക്ഷേ ഒരിക്കലും അവർക്ക് ജീവൻ മുക്തി സുഖമില്ല. കാരണം അവർ തത്വവിജ്ഞാനികളല്ല. തൻ്റെ യാതൊരു പരിമിതിയുമില്ലാത്ത അപരിമിതമായ സ്വരൂപത്തിൽ കഴിയുന്നവരല്ല. അപരിമിതമായ പരമാത്മസ്വരൂപത്തിൽ നിഷ്ഠരായിട്ടുള്ളവരാണ് ജീവൻ മുക്തന്മാരും വിദേഹമുക്തന്മാരുമാകുന്നത്. മറ്റത് വിദേഹമുക്തി മാത്രമാണ്. വളരെ ശ്രദ്ധിക്കുക. അപ്പൊ അതോ ആ മോക്ഷമോ? അതിപ്പോ ഇവിടെ പറയുന്നില്ല. പ്രശ്നമനുഷ്യത്തിൽ പറയുന്നില്ലേ? സൂചിപ്പിക്കുന്നുണ്ട്. 5-ാം പ്രശ്നത്തിലൊക്കെ എത്തുമ്പോൾ പരമമായ മോക്ഷത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയെ പ്രശ്നോപനിഷത്ത് ചെയ്യും. ഇതൊക്കെ ലൗകിക വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ലോകത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് വ്യക്തമായും 4 പ്രശ്നങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. 5ഉം 6ഉമാണ് കുറച്ചുകൂടി ഒന്ന് പരമാത്മ വിഷയത്തിലേക്ക് എത്തുന്നത്. ശ്രദ്ധിക്കുക. മോക്ഷം കിട്ടേണ്ടതല്ല, മോക്ഷം നേടേണ്ടതല്ല. മോക്ഷം കിട്ടിയാലോ? കിട്ടിയ മോക്ഷം പോകും. കാരണം കിട്ടണതൊക്കെ പോകും. മോക്ഷം സ്വരൂപമാണ്, മോക്ഷം സിദ്ധമാണ്. സ്വയം സിദ്ധമായ മോക്ഷത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് മുക്തി. അല്ലാതെ അത് എന്തെങ്കിലും ചെയ്തു നേടേണ്ടതല്ല. ചെയ്തു നേടുന്നത് പരമാവധി ബ്രഹ്മലോകം വരെയാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ആ ബ്രഹ്മലോകപ്രാപ്തിയെയാണ് പറയുന്നത് അധോത്തരേണ. ഉത്തരത്തിലൂടെ, ഉത്തരായണത്തിലൂടെ പോകുന്നു. എങ്ങനെയാ സാധിക്കുക? തപസ
ബ്രഹ്മചര്യേണ ശ്രദ്ധയാ വിദ്യയാ ആത്മാനമന്വേഷ്യ. ആത്മാനം വിജ്ഞായ എന്ന് പറഞ്ഞിട്ടില്ല, ആത്മസാക്ഷാത്കാരത്തിലൂടെ എന്ന് പറഞ്ഞിട്ടില്ല. ആത്മസാക്ഷാത്കാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന് ബ്രഹ്മലോകവും വേണ്ട, അവന് ചന്ദ്രലോകവും വേണ്ട, ഒന്നും വേണ്ട. അവൻ മുക്തനാണ്, അവൻ കൃതാർത്ഥനാണ്. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, നിന്നെ ബ്രഹ്മലോകത്ത് കൊണ്ടുപോവാം, സന്തോഷം. നിന്നെ ചന്ദ്രലോകത്ത് കൊണ്ടുപോവാം, സന്തോഷം. നിന്നെ എങ്ങോട്ടും കൊണ്ടുപോകണില്ല, അതിനേക്കാൾ സന്തോഷം. കാരണം ഞാൻ ഇവിടെ തന്നെ മുക്തനാണ്. പിന്നെന്താ? അത് 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 ജീവൻ മുക്തന്റെ പരമാവസ്ഥയാണ്. അത് ഈ പറഞ്ഞ ദക്ഷിണായനമല്ല, ഉത്തരായണമല്ല. ദക്ഷിണായനവും ഉത്തരായണവും ഒക്കെ ആപേക്ഷികങ്ങളാണ്. ജീവൻ മുക്തി നിരപേക്ഷമാണ്. അത് തൻ്റെ പൂർണ്ണാത്മ സ്വരൂപത്തിലുള്ള വർത്തനമാണ്. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ബോധതലത്തിലുള്ള വർത്തനമാണ്. വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണം. ഏതായാലും പറയുകയാണ്, തപസ്സുകൊണ്ട്. നമ്മൾ നേരത്തെ തപസ് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. ബ്രഹ്മചര്യേണ, ബ്രഹ്മചര്യം കൊണ്ട്, അതും നേരത്തെ ചർച്ച ചെയ്തതാണ്. ശ്രദ്ധയാ, അതും നേരത്തെ ചർച്ച ചെയ്തതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ദ്രിയ മനസ്സുകളുടെ പരിപൂർണ നിയന്ത്രണവും ബ്രഹ്മചര്യ പാലനവും ശ്രദ്ധയും. ഇവിടെ ബ്രഹ്മചര്യത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഉയർന്ന ബ്രഹ്മനിഷ്ഠ തന്നെയാണ് ബ്രഹ്മചര്യം. അതിവിടെ എടുക്കണ്ട. കാരണം ഇത് ബ്രഹ്മലോക ഗതിയാണ്, ജീവൻ മുക്തിയല്ല. പിന്നെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ വേദം പഠിക്കുക, ഗുരുസേവ ചെയ്ത് ശാസ്ത്രസ്വാധ്യായം ചെയ്യുക, ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കുക, സ്ത്രീ പുരുഷാദി ഭേദവ്യവഹാരം ചെയ്യാതിരിക്കുക, മൈഥുനം സമാചരിക്കാതിരിക്കുക എന്നർത്ഥം. ഇനിയും ബ്രഹ്മചര്യത്തിന് വീര്യരക്ഷണം എന്നും അർത്ഥമുണ്ട്. അങ്ങനെ അനേക അർത്ഥങ്ങളുണ്ട്. ഇതിൽ ഈ പറഞ്ഞ എല്ലാ ബ്രഹ്മചര്യവും സ്ത്രീക്കും പുരുഷനും ഒരുപോലെയുണ്ട്. എന്നാൽ തെറ്റിദ്ധരിക്കരുത്, വളരെ ശ്രദ്ധിക്കുക. വീര്യരക്ഷണം എന്ന ബ്രഹ്മചര്യം പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ, സ്ത്രീകൾക്കില്ല. അധോത്തരേണ തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ വിദ്യയാ ആത്മാനമന്വേഷ്യ ആദിത്യമഭിജയന്തേ. തപസ്, ബ്രഹ്മചര്യം, ആ ബ്രഹ്മചര്യത്തെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബ്രഹ്മചര്യം പരമമായ അർത്ഥത്തിൽ ബ്രഹ്മനിഷ്ഠയാണ്. താഴേക്കൊന്ന് ഇറങ്ങി വന്ന് പറഞ്ഞാൽ വേദം പഠിക്കുക, ഗുരുസേവ ചെയ്ത് ജീവിക്കുക, വേദം പഠിക്കുന്നതിന് ഉചിതമായ ജീവിതക്രമം പാലിക്കുക. ഒന്നും കൂടി ഇറങ്ങി വന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ പരിപൂർണമായി സംയമിക്കുക. ഒന്നും കൂടി ഇറങ്ങി വന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷാദി ഭേദവ്യവഹാരങ്ങളെ ചെയ്യാതിരിക്കുക. ഒന്നും കൂടി ഇറങ്ങി വന്ന് പറഞ്ഞാൽ വീര്യരക്ഷണം. ഇത്രയുമാണ് ബ്രഹ്മചര്യത്തിന് സാമാന്യമായ അർത്ഥം. ഈ പറഞ്ഞ എല്ലാ ബ്രഹ്മചര്യങ്ങളും സ്ത്രീക്കും പുരുഷനും ഒക്കെ ആവാം. എന്നാൽ വീര്യരക്ഷണം എന്ന ബ്രഹ്മചര്യം സ്ത്രീക്കില്ല, അത് പുരുഷന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എല്ലാവർക്കും സമമാണ്. പിന്നെ ശ്രദ്ധയ, ഗുരുശാസ്ത്രവാക്യങ്ങളിലുള്ള സത്യത്വ ബുദ്ധിയാണ് ശ്രദ്ധ. അങ്ങനെ ശ്രദ്ധയോടുകൂടി വിദ്യയിലൂടെ, ശാസ്ത്രസ്വാധ്യായത്തിലൂടെ, അനുസന്ധാനത്തിലൂടെ ആത്മാനമന്വേഷ്യ, തൻ്റെ സ്വരൂപത്തെ അന്വേഷിച്ച്, താൻ ആര് എന്നത് അന്വേഷിച്ച്, ആദിത്യമഭിജയന്തേ, ആദിത്യനെ, സൂര്യനെ ജയിക്കുന്നു, പ്രാപിക്കുന്നു. സൂര്യൻ എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് സൗരഗതി, ബ്രഹ്മലോകഗതി, ഉത്തരായണം. അതാണ് ഏതദ്വൈ പ്രാണാനാമായതനം. ഇത് പ്രാണങ്ങളുടെ ആയതനമാണ്, ആശ്രയമാണ്, അധിഷ്ഠാനമാണ്. പലതായി വിഭക്തമായി ഈ പ്രപഞ്ചത്തിലെ സകല പ്രാണങ്ങളുമായി പിരിഞ്ഞിരിക്കുന്നതിൻ്റെ മൂലസ്രോതസ്സാണ് ഈ സൂര്യൻ, ഈ ഉത്തരായണം. ഇത് അമൃതമാണ്, അഭയമാണ്. അവിടെ ഒരു പദം ചിലപ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ വരുത്താം. ഇത് അമൃതമാണെന്ന് പറയുമ്പോൾ ഇതാണോ പരമമായ മോക്ഷം എന്ന് ചോദ്യം വരും.
മറുപടി, ബ്രഹ്മലോകം വാസ്തവത്തിൽ അമൃതം തന്നെയാണ്. പക്ഷേ വേദാന്തം ഉപദേശിക്കുന്ന പരമമോക്ഷം അതല്ല. എന്തുകൊണ്ടെന്നാൽ വേദാന്തം ഉപദേശിക്കുന്ന പരമമായ മോക്ഷം ജീവൻ മുക്തിയോടുകൂടിയതാണ്. അത് മരണാനന്തരം നേടേണ്ടതല്ല. അത് ബ്രഹ്മലോകപ്രാപ്തിയല്ല. അത് ക്രമമുക്തിയല്ല. അത് ജീവൻ മുക്തിയാണ്. അപ്പം ഇവിടെ അമൃതം എന്ന് പറഞ്ഞത്, അമൃതം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ബ്രഹ്മലോകപ്രാപ്തൻ വീണ്ടും പുനർജനിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് അമൃതമാണ്, അഭയമാണ്. നമ്മളെയൊക്കെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത് മരണമാണല്ലോ. അപ്പം മരണം അതിക്രമിച്ചു, മരണമില്ലാതായി എന്ന് പറഞ്ഞാൽ ഭയം ഇല്ലാതായി, അഭയം. ഏതസ്മാന പുനരാവർത്തന്തെ, ഇതിൽ നിന്ന് പിന്നെ തിരിച്ചു വരുന്നില്ല. അതുകൊണ്ട് ഇത് പരായണമാണ്, പരമമായ ആശ്രയസ്ഥാനമാണ്, ലക്ഷ്യസ്ഥാനമാണ്. ഇത്യേഷ നിരോധ, ഇത് നിരോധമാകുന്നു. എന്തിൻ്റെ നിരോധം? ജനന മരണങ്ങളുടെ ആവർത്തനത്തിൻ്റെ നിരോധമാണ് ഉത്തരായണം. അപ്പോൾ രണ്ട് ഗതികളെ പറഞ്ഞു. ഒന്ന്, പുണ്യകർമ്മങ്ങളെ ചെയ്ത്, ഇഷ്ടാപൂർത്ത കർമ്മങ്ങളെ ചെയ്ത് ചന്ദ്രലോകത്തെ പ്രാപിക്കുന്നു, സ്വർഗത്തെ നേടുന്നു. അത് ചാന്ദ്രഗതി, പുനരാവൃത്തിയോട് കൂടിയത്. മറ്റൊന്ന്, ശ്രദ്ധയാ വിദ്യയ തപസാ ബ്രഹ്മചര്യേണ ആത്മാനമന്വേഷ്യ ആദിത്യലോകം, അത് സൗരലോകം, അത് ബ്രഹ്മലോകം, പിന്നെ പുനരാവൃത്തി ഇല്ല. ഇങ്ങനെ രണ്ട് മാർഗങ്ങളെ ഇവിടെ സൂചിപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, തദ്ദേശ ശ്ലോക, ഈ അർത്ഥത്തിൽ ശ്ലോകമുണ്ട്, മന്ത്രമുണ്ട്. ഞാനീ പറഞ്ഞത് ഞാൻ മാത്രം പറഞ്ഞതല്ല, പിന്നെ ഈ അർത്ഥത്തിൽ വേദമന്ത്രമുണ്ട്, സംഹിതയിലുണ്ട് എന്ന് പറയുകയാണ്. എന്താണ് സംഹിതാമന്ത്രം? അത് നമുക്ക് നാളെ ശ്രദ്ധിക്കാം.